ഗ്രാഫിക്സ് കാർഡ് എങ്ങനെ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാം? ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓരോ 4-5 മാസം കൂടുന്തോറും നിങ്ങളെ ഗ്രാഫിക്സ് കാർഡിൽ ഡസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഡസ്റ്റ് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. അതും സോഫ്റ്റ് ബ്രഷ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഡസ്റ്റർ യൂസ് ചെയ്തിട്ട്. ഗ്രാഫിക്സ് കാർഡിന്റെ ഫാനിൽ കൂടുതൽ ഡസ്റ്റ് അടിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ പ്രോപ്പർ എയർ ഫ്ലോ കിട്ടത്തുമില്ല, ടെമ്പറേച്ചർ റൈസ് ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ട് മാറും. ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ റെൻഡർ ചെയ്യുമ്പോൾ ഇടയ്ക്കെങ്കിലും ഗ്രാഫിക്സ് കാർഡിന്റെ ടെമ്പറേച്ചർ ഒന്ന് മോണിറ്റർ ചെയ്യണം. നോർമൽ വരുന്ന ടെമ്പറേച്ചർ റേഞ്ച് 75 ഡിഗ്രി തൊട്ട് 85 ഡിഗ്രി വരെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് 90 അല്ലെങ്കിൽ 90-നേക്കാളും ഹയർ വാല്യൂ ആണ് കാണിക്കുന്നെങ്കിൽ സർവീസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഓരോ 2 അല്ലെങ്കിൽ 5 വർഷത്തിന്റെ ഇടയെങ്കിലും ടെർമൽ പേസ്റ്റ് റീ അപ്ലൈ ചെയ്തിരിക്കണം. നിങ്ങൾ തന്നെയാണ് ടെർമൽ പേസ്റ്റ് ഒട്ടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാർഡിന്റെ മോഡൽ നെയിം യൂട്യൂബിൽ അടിക്കുക. എങ്ങനെ ഡിസ്അസംബിൾ ചെയ്യുന്ന വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം കാർഡ് ഡിസ്അസംബിൾ ചെയ്യാനും പേസ്റ്റ് അപ്ലൈ ചെയ്യാനും. പക്ഷേ വാറന്റി ഉണ്ടെങ്കിൽ ആ റിസ്ക് എടുക്കാൻ നിൽക്കല്. പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് സെന്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ പേസ്റ്റ് അപ്ലൈ ചെയ്യും. ഗ്രാഫിക്സ് കാർഡ് ക്ലീൻ ചെയ്ത് വെക്കുന്നത് പോലെ തന്നെയാണ് ക്യാബിനറ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഫാൻസും ക്ലീൻ ചെയ്ത് വെക്കുന്നത്. അത് പ്രോപ്പർ ക്ലീൻ ആയിരിക്കണം. അതേപോലെ അധികം പൊടിയില്ലാത്ത റൂമിൽ വേണം എപ്പോഴും ക്യാബിനറ്റ് പ്ലേസ് ചെയ്യാറുള്ളത്. ഏറ്റവും ലാസ്റ്റ് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ ഗ്രാഫിക്സ് കാർഡിന്റെ ഡ്രൈവേഴ്സ് ലേറ്റസ്റ്റ് വെർഷനിലോട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പഴയ ചെറിയ ബഗ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയും. പെർഫോമൻസ് കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ആവും, ചെറിയൊരു ബൂസ്റ്റും കിട്ടും. പൊതുവെ വിൻഡോസ് 11 ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്രൈവേഴ്സ് അപ്ഡേറ്റ് ചെയ്യും. ചില കേസിൽ അങ്ങനെ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതാത് മോഡൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ 5 സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡിന്റെ പെർഫോമൻസും ഇൻക്രീസ് ആവുകയും ചെയ്യും. അതേപോലെ അതിന്റെ ലൈഫ് സ്പാനും ഇൻക്രീസ് ആവും. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ പൊടിയടിച്ച് കിടക്കുന്ന കമ്പ്യൂട്ടർ ഉള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.